ആൻഡ് ദെൻ ആണ് എനിക്ക് ഈ മെൻസ്ട്രൽ കപ്പാണോ ഒരു വില്ലനായിട്ട് മാറിയത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പെരിമെന്റിൽ എനിക്ക് തോന്നിയത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണ്. ഫീലിംഗ് ലൈക്ക് സംതിങ് ഇസ് കമ്മിങ് ഔട്ട്, എന്തോ ബൾജ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ എനിക്ക് എന്തോ ബൾജ് ചെയ്തിട്ട് വെളിയിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് വന്ന അനുഭവം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഗേൾസ് ഒള്ളി ടോക്കാണ്. അതായത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സോ ആക്ച്വലി ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒബ്വിയസ്ലി നമ്മുടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ദ ഫസ്റ്റ് ടൈം ഐ എം യൂസിങ് മെൻസ്ട്രൽ കപ്പ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത്, പിന്നെ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1 year മുന്നെയാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നെഗറ്റീവും പോസിറ്റീവും കാണുമല്ലോ. എനിക്ക് വന്ന അനുഭവം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്, അല്ലാതെ മറ്റൊരാളുടെ അനുഭവമല്ല. സോ ആദ്യം തന്നെ എനിക്കുണ്ടായ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനെല്ലാം പോസിറ്റീവാണ് ഫസ്റ്റ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തൊക്കെ പോസിറ്റീവാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. ആക്ച്വലി എൻ്റെ പീരിയഡ്സ് എന്ന് പറയുമ്പം ആ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡേ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോക്കായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതായത് ഫസ്റ്റ് ഡേ ആൻഡ് സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കെന്താ വോമിറ്റിങ്, തലകറങ്ങുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, അടിവയറ്റിൽ വേദന, തുടയ്ക്ക് വേദന, അതുപോലെ തന്നെ നടുവിന് വേദന, അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് ഞാൻ ബെഡിൽ നിന്നൊക്കെ എഴുന്നേക്കത്തില്ല, ഫുള്ള് ഇങ്ങനെ കിടപ്പായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഈ പാഡ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഓവർഫ്ലോ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പാഡോ അല്ലെങ്കിൽ 2 പാഡിലൊന്നും ഒരു ദിവസം എനിക്ക് പോകത്തില്ല. എനിക്ക് മിനിമം ഒരു 3-4 പാഡ്സ് വേണം ഒരു ഫസ്റ്റ് ഡേ ഓഫ് മൈ പീരിയഡ്സ്. ആൻഡ് സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് 4 തന്നെ വേണം. 4 കൂടിയാലേ ഉള്ളൂ, കാരണം സെക്കൻഡ് ഡേ ഓവർഫ്ലോ ആണ്. നോർമലി എല്ലാ പീരിയഡ്സ് ഉള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഓവർഫ്ലോ ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് തൊടയുടെ ഇടയിൽ ഇങ്ങനെ പൊട്ടും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ നമ്മൾ ഗേൾസ് ഒള്ളി ടോക്ക് വരുമ്പോഴത്തേക്ക് പറയും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക നല്ലതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്തു. അങ്ങനെ പേടിച്ച് ഞാനും യൂസ് ചെയ്തു തുടങ്ങി. യൂസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് 6-7 to 8 months ഐ എം സോ ഹാപ്പിയാണ്. കാരണം എനിക്ക് അടിവയറ്റിലുള്ള വേദന കുറയുന്ന പോലെ ഫീൽ ചെയ്തു. ആൻഡ് എപ്പോഴും പാഡ് മാറ്റണ്ട. സോ എനിക്ക് എൻ്റെ പീരിയഡ്സ് എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ആക്ച്വലി എപ്പോഴും ദൈവമേ പീരിയഡ്സ് ആകാറായല്ലോ അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ കപ്പ് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സാധനമൊക്കെ മാറി. പീരിയഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ആ വേദനയൊക്കെ എന്തുകൊണ്ടാണ് കുറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. വേദനയൊക്കെ എനിക്കൊരു 6 to 7 months എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഐ എം സോ ഹാപ്പി. പിന്നെ എപ്പോഴും പാഡ് മാറ്റണ്ട. പിന്നെ ഈ തൊടയുടെ ഇടയിലുള്ള പൊട്ടല് അതൊക്കെ മാറി തുടങ്ങി. നടുവേദനയും ചെറുതായിട്ട് ഇങ്ങനെ തുടയ്ക്കൊരു വേദനയും ആ ഒരു സാധനമൊക്കെ ഉണ്ട്. ബാക്കി വയറുവേദനയും മറ്റേ ആ മുറിവുകളും ഒക്കെ കുറഞ്ഞു തുടങ്ങി എനിക്ക്. സോ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യും, പാഡ് യൂസ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയും അങ്ങനെ യൂസ് ചെയ്യേണ്ട. കപ്പ് നല്ല അടിപൊളി സാധനമാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പേരോട് പറഞ്ഞ് അവരെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ചു. മീൻസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ നല്ലൊരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ പീരിയഡ്സ് ടൈം ഞാൻ എൻജോയ് ചെയ്തു. ഒരു 6 to 7, 8 months 8 months വരെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ദെൻ ആണ് എനിക്ക് ഈ മെൻസ്ട്രൽ കപ്പാണോ ഒരു വില്ലനായിട്ട് മാറിയത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പെരിമെന്റിൽ എനിക്ക് തോന്നിയത് മെൻസ്ട്രൽ കപ്പ് തന്നെയാണെന്നാണ്.
സോ ഈവൻ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം ഇത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദെൻ ഒരു 7 month ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് നന്നായിട്ട് എന്താ പറയാ, എനിക്ക് പോയ ആ വേദന വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ഐ എം ഫീലിംഗ് ലൈക്ക് സംതിങ് ഇസ് കമ്മിങ് ഔട്ട്. എന്തോ ബൾജ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷൻ എനിക്ക് എന്തോ ബൾജ് ചെയ്തിട്ട് വെളിയിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ പീരീഡ്സിന്റെ ആ ഒരു 3 to 4 days എന്താണ് ഈ സംഭവം ഇങ്ങനെ നമ്മളുടെ യൂട്രസിന്റെ ആ ഭാഗത്തായിട്ട് എനിക്കിങ്ങനെ എന്തോ ഇങ്ങനെ വെളിയിലേക്ക് വന്ന് നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീലിങ്സ് വന്നു. ആൻഡ് ഭയങ്കര എക്സ്ട്രീംലി പെയിൻ വരാൻ തുടങ്ങി. സോ ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതങ്ങനെ പ്രശ്നമൊന്നുമില്ല, മേ ബി പീരിയഡ്സിന്റെ ആയിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ആണോ ഇനി? അവിടുന്ന് എനിക്ക് ആ ഭാഗത്തുനിന്ന് എനിക്കിങ്ങനെ എന്തോ ബൾജ് ചെയ്ത് എന്തോ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി വരുന്നു പോലെ തോന്നുന്നുണ്ട്. പീരിയഡ്സിന്റെ ആ ഒരു സമയം, ആ പീരിയഡ്സ് 7 days കഴിയുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഫീലിങ്സ് ഒന്നുമില്ല. അപ്പോൾ അതാണോ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടർ എനിക്ക് പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പീരിയഡ്സിന്റെ ടൈമിൽ സ്കാൻ ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടും പീരിയഡ്സ് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്തൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ഈ പീരിയഡ്സ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പോർഷനിൽ തള്ളി നിൽക്കുന്നത് അത് ഇല്ല, അങ്ങനെ സംഭവമൊന്നും ഇല്ല. ആ പീരിയഡ്സിന്റെ സമയത്ത് മാത്രം ആ ഒരു 7 days ആണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ് ഡേയിലൊക്കെയാണ് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വിട്ടുപോയ വേദന എനിക്ക് വീണ്ടും തിരിച്ചു വന്നു. സോ ഞാൻ ഇതെന്താണ് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞേ ഒരിക്കലും അല്ല, കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, പക്ഷെ നമ്മൾ സ്കാൻ ചെയ്തിട്ടും അങ്ങനെയല്ല. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കപ്പ് വെച്ചിട്ടാണോ ഇതിങ്ങനെ വലിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി. സോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം എനിക്കൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ഞാൻ പാഡ് യൂസ് ചെയ്തു. അപ്പൊ എനിക്ക് ആ പഴയ വേദന എല്ലാം ഉണ്ട്, പക്ഷെ ആ ബൾജ് ചെയ്ത് വരുന്ന സംഭവം ഇല്ല. ദെൻ സെക്കൻഡ് ഡേ ഞാൻ എന്ത് ചെയ്തു, കപ്പ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഈ ബൾജിങ് കാണാൻ പറ്റി, ബൾജിങ് എനിക്ക് വന്ന്. സോ അപ്പൊ എനിക്ക് മനസ്സിലായി കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, അപ്പൊ ഇത് വലിച്ചെടുക്കുന്നതുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ അപ്പൊ മുതൽ ഞാൻ പിന്നെ കപ്പ് യൂസ് ചെയ്യുന്നത് ശരിക്കും നിർത്തി. എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയല്ലായിരിക്കും, കംഫർട്ട് ആയിരിക്കും. എന്തായാലും എനിക്കറിയില്ല, എനിക്ക് വന്നൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇത് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആകുവാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ നോർമൽ പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. സോ അതൊക്കെ നമുക്ക് കുഴപ്പമുള്ള കാര്യങ്ങളല്ലല്ലോ, പക്ഷെ നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ടെൻഷൻ ആവത്തില്ലേ. സോ അതുകൊണ്ട് ഞാൻ കപ്പ് യൂസ് ചെയ്യുന്നത് നിർത്തി. സോ ഞാൻ പാഡ് തന്നെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ, ഇത് എനിക്കറിയില്ല, എനിക്ക് വന്നൊരു അനുഭവമല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും കുറച്ച് ആൾക്കാരോടൊക്കെ തിരക്കി, അതുപോലെ തന്നെ കുറച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി, അങ്ങനെ എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയൊരു ഇൻഫർമേഷൻ ആണ്. എനിക്കിത് ഇനി പറയാൻ പോകുന്ന കാര്യം റിയൽ ആണോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. ഐ ജസ്റ്റ് പാസ് ഇറ്റ്. ഞാൻ ജസ്റ്റ് അത് നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിങ്ങനെ കപ്പ് വെച്ച് കഴിയുമ്പോൾ ഓവർഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഇത് വെളിയിലേക്ക് ചിലപ്പം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഈ ബ്ലഡ് നമ്മുടെ യൂട്രസിന്റെ അകത്തേക്ക് വീണ്ടും പോകും. പിന്നെ അത് PCOD ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെന്നൊക്കെ, എനിക്ക് സിസ്റ്റ് പോലെ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബൾജിങ് ഉണ്ടെന്ന്, അതെനിക്ക് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്.
ബട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരു 8 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. സോ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ നമ്മളെപ്പോലെയുള്ള പെൺകുട്ടികൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ടുള്ള പോസിറ്റീവ്സ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് ആരെയും ഞാനിവിടെ വന്നിട്ട് ഇത് യൂസ് ചെയ്യരുത്, എല്ലാവരും പാഡ് മാത്രം യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതല്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ. സോ അതുകൊണ്ട് ഞാൻ ആരെയും കമ്പനി ചെയ്യുവോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഇട്ടത്. എനിക്ക് വന്നൊരു നെഗറ്റീവ് കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് തോന്നി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് ഇവിടെ കമൻറ്റ് ചെയ്യണം. സോ ഒരു പെൺകുട്ടിക്കെങ്കിലും അത് യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ദാറ്റ്സ് വൈ ഐ എം ഷെയറിങ് ദിസ് എക്സ്പീരിയൻസ് ഹിയർ. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അപ്പോൾ അതും ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു so much. അപ്പോൾ ഇറ്റ്സ് മീ ചഞ്ചൽ signing off.